ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ മാക്രോണി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ മാമൻ വരണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മാമന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാക്രോണി ഉണ്ടാക്കുന്നത്. അപ്പോൾ മാക്രോണി എന്താണെന്ന് അറിയാത്തവരൊക്കെ കണ്ടോളൂ. ഗൈസ്, ഇത് ബട്ടറും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സവാള കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. 2 ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീസ് നമ്മൾ പറയാറാകുമ്പോൾ ഇടും. പിന്നെ തക്കാളി ഇത് മൂത്ത് കഴിയുമ്പോൾ ഇടാനുള്ളതാണ്. ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇത് ഗോതമ്പും വെള്ളവും കലക്കിയത്. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒറിഗാനോ ആണ്. പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്. കുറച്ച് പാലും വേണം. ഇത്രയൊക്കെ തന്നെയാണ് വേണമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മുടെ മാക്രോണി കുറച്ച് വെള്ളത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ നെല്ലിക്കയും കുക്കുമ്പറും ക്യാരറ്റൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട്, ഇതിൽ ഉപ്പ് പിടിച്ചിട്ടില്ല. വന്നിട്ടുണ്ട് ഗൈസ്. സവോള നന്നായിട്ട് വെന്ത് വരണം, അതുവരെ നമ്മളിങ്ങനെ ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തക്കാളി മൂത്ത് വരണം കേട്ടോ. തക്കാളി മൂത്തൊരു കളറാവും ഗൈസ്. ഈ ചില്ലി ഫ്ലേക്സ് ഞാൻ കത്രികയും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല. ബട്ടറും സവാളയും വെളുത്തുള്ളിയും തക്കാളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ബട്ടർ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിരുന്നു ഗൈസ്. തക്കാളി ഒരു ചെറുതായിട്ട് വെന്താൽ മതി, ചെറുതായിട്ടൊന്നുമല്ല, കുറച്ച് ഒരു ഇതുപോലെയൊക്കെ ആവണം. തക്കാളി നമ്മൾ വെറുതെ തിന്നാറുള്ളതല്ല, അതുകൊണ്ടായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഗൈസ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി ബട്ടർ ആവശ്യമുണ്ട്. അത് നമുക്ക് ഇത് ചെയ്യാനാണ്, ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ക്രീം ഉണ്ടാക്കാൻ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ ഒന്ന് ലൂസ് ആവണം. എന്നിട്ടാണ് നമ്മളെല്ലാം ഈ ഗോതമ്പ് നമ്മൾ വെള്ളമായിട്ട് കലക്കി വെച്ചില്ലേ, അത് ഒരു കട്ടയോ ഇല്ലാണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗൈസ്. പിന്നെ ക്രീം എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം. നമുക്ക് ക്രീം എന്തോരം വേണോ അത്രയും പാൽ നമ്മൾ ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കണം ഗൈസ്. ഞാനിവിടെ 2 സ്ലൈസ് ചീസ് ഇടുന്നുണ്ട് ഗൈസ്. ഇനി ആ ചീസ് നമ്മുടെ ഇപ്പോൾ ബട്ടിട്ടില്ലേ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. ചീസ് അങ്ങനെ ചുമ്മാ കിടക്കാൻ പാടില്ല, നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നാലാണ് ക്രീമി ആയിട്ടുള്ള ക്രീം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിട്ടുന്നുണ്ട്, ഇതെന്താണ്, ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഒറിഗാനോ ഇടുന്നുണ്ട്. നമ്മൾ ഒറിഗാനോ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്മെല്ല്, ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ്. ഒറിഗാനോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാക്രോണി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കവറിൽ മക്കറോണി എന്നും ഞാൻ പറയുന്നത് മാക്രോണി എന്നാണ്. ഞാൻ കണ്ട വീഡിയോയിൽ മാക്രോണി എന്നാണ് പറയുന്നത്, മക്കറോണി എന്നല്ല. അതുകൊണ്ടാണ് ഞങ്ങളിതിപ്പോൾ 5ാമത്തെ പ്രാവശ്യം കേട്ടോ മാക്രോണി വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാകും ഗൈസ്. ഈ ക്രീം ഞങ്ങൾ ഇളക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇച്ചിരി മൂപ്പിച്ച് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഇല്ലേ, അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇട്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്. ഞാൻ ആ ചീസ് ഇടുന്നതിന് മുമ്പാണ് എങ്ങനെയാണെന്ന് തോന്നണോ അതിട്ടത് ഗൈസ്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്.
ഗൈസ് നമ്മുടെ മാക്രോണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് നമ്മൾ ഉപ്പിട്ടാൽ ശരിയായിക്കോളും. നമുക്കത് അടച്ച് വയ്ക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ മാക്രോണി മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ മാമൻ വന്നിട്ട് മാമൻ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ടായിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.